നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്ക് വേദനയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ, ഞാൻ വലിയ സന്തോഷത്തിലാ. ഉള്ളിലെപ്പോഴും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പിറന്ന ചോരയെക്കുറിച്ച് എപ്പോഴും മുത്തശ്ശി അപമാനിച്ച് സംസാരിക്കാറില്ലേ? പക്ഷേ അതേ ചോര കൊണ്ട് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെ എനിക്ക് രക്ഷിക്കാൻ പറ്റി. ഈശ്വര, ശ്യാമയ്ക്ക് രക്തം കൊടുത്തത് ശ്യാമയുടെ മകള് തന്നെയാണോ? എന്തിനാ കൂടുതൽ പറയുന്നത്? സിനിമാക്കാരുടെ കാറിൽ കയറി കറങ്ങാനൊരു അവസരം കിട്ടിയപ്പോ അവൾ അത് ഉപയോഗിച്ചു, അത്ര തന്നെ. അമ്മേ, അവളുടെ കൂടെ പോവാൻ എനിക്ക് പറ്റിയില്ല. അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. പക്ഷേ എന്റെ മോളുടെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. സ്വന്തം അനിയത്തിയായിട്ട് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാ അവരവളെ കൂട്ടിക്കൊണ്ടുപോയത്. അവളെ അനുജത്തിയായിട്ടും അമ്മയായിട്ടും ആർക്കും കാണാമല്ലോ. തന്തയും തള്ളയില്ലാത്തവളല്ലേ. എന്ത് ബന്ധം സ്ഥാപിച്ചാലെന്താ? ഒന്ന് മിണ്ടാതിരിക്കമ്മേ. എന്റെ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയാത്ത സങ്കടത്തിലാ ഞാൻ. എടി, അവൾ അങ്ങനെ പെട്ടെന്ന് ചത്തുപോകത്തൊന്നുമില്ല. അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട. ബാക്കിയുള്ളവരെല്ലാം കൊല്ലാൻ വേണ്ടി ജനിച്ചവള് തനിച്ചങ്ങ് ചത്തുപോവോ? അമ്മേ, വാക്കുകൾ അതിര് കടന്നു പോണ്ട. യശോദേ, ഏത് ഹോസ്പിറ്റലിലേക്കാ പോയതെന്നറിയാൻ ഞാൻ ആ സിനിമാക്കാരോട് ചോദിച്ചിരുന്നു. ആ നടിയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ KMK ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കട്ടെ. അതാണല്ലോ അടുത്തുള്ളത്. എവിടായിരുന്നടി ഇതുവരെ? അത് മുത്തശ്ശി ഹോസ്പിറ്റലില്. നീ എന്തിനാ എല്ലാത്തിന്റെ ഇടയിൽ ചെന്ന് ചാടുന്നത്? ഷൂട്ടിങ് വന്നാ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ അവർക്കറിയില്ലേ? നീയാണോ ഈ ലോകത്തിലെ എല്ലാവരെയും രക്ഷിക്കുന്നേ? എന്താ ഇത്? രാധികയോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? കൈക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. 3-4 ദിവസം കൈ നനയ്ക്കാതെ ശ്രദ്ധിക്കണം. തിരുമേനി, രാധികയെ പോലൊരു മോള് ഏതൊരച്ഛന്റെയും ഭാഗ്യം തന്നെയാ. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ രാധിക സ്വന്തം കൈ പൊള്ളുന്നത് പോലെ ഓർക്കാഞ്ഞത്. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ രാധിക ഒരു ജീവൻ തന്നെ രക്ഷിച്ചു. മനസ്സിലായില്ല. നമ്മുടെ ഗായിക ശ്യാമ വാസുദേവനില്ലേ, അവരൊരു ആക്സിഡന്റ് സംഭവിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവര് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. അവരുടെ ബ്ലഡ് റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. അവർക്ക് ബ്ലഡ് കൊടുത്തത് രാധികയാണ്. ഒരൊറ്റ ദിവസം വേണമെങ്കിൽ 2 പേർക്ക് ജീവൻ ദാനം ചെയ്തു എന്ന് പറയാം. വലിയ മനസ്സുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെയൊരു മകളെ പ്രസവിച്ചത് അമ്മ ചെയ്ത പുണ്യോ. ആര് പ്രസവിച്ചു? ഇവളെ യശോദ പ്രസവിച്ചതൊന്നുമല്ല. ഇവളിവിടുത്തെ കുട്ടിയും അല്ല. അമ്മേ, പറയുന്നതുകൊണ്ടെന്താ? ഇവളുടെ തന്തയും തള്ള ആരാണെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. പെരുവഴിന്ന് കിട്ടിയതാ ഇതിനെ.
ശരി തിരുമേനി, എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോണം. എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യാ. അയ്യോ, ഇത്രയും വലിയൊരാള് വീടിന്റെ ഉമ്മറം വരെ വന്നിട്ട് അകത്തൊന്ന് കേറാതെ പോവാന്ന് വെച്ചാല് രാധികയെ കാണാൻ ഞാൻ ഇനിയും വരും. അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം. എനിക്ക് അങ്ങനെ ഇവളെ പെട്ടെന്ന് പിരിയാൻ തോന്നുന്നില്ല. ഞാൻ പോട്ടെ രാധികെ. അതെ, അമ്മ പറഞ്ഞത് കാര്യാക്കണ്ട. ഞങ്ങൾക്ക് ഇവള് സ്വന്തം മോള് തന്നെയാ. മാറി ചിന്തിക്കാൻ എനിക്ക് യശോദയ്ക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് മനസ്സിലാവും തിരുമേനി. പിന്നെ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഒരേ മനസ്സാവണമെന്നില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. തിരുമേനിക്ക് അഭിമാനിക്കാവുന്ന ഒരു മോള് തന്നെയായിരിക്കും രാധിക. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. എനിക്കിപ്പോ പോയേ പറ്റൂ രാധിക. ഇറങ്ങട്ടെ, റെസ്റ്റ് എടുക്കൂ. അമ്മേ, രാധികയുടെ ജന്മത്തെക്കുറിച്ച് അവർ വല്ലതും ചോദിച്ചോ അമ്മയോട്? അമ്മ എന്തിനാ അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ പോയത്? പറഞ്ഞാലെന്താ, സത്യമല്ലേ? അല്പം കൂടി മനുഷ്യത്വം കാണിച്ചൂടെ അമ്മേ? എത്ര വലിയൊരു താരമാണ് അവര്. എന്തു മാന്യമായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. മോളെ കുറിച്ച് അവർ നല്ലത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത് സഹിച്ചില്ല. അതല്ല സത്യം. അതേടാ, അത് തന്നെയാ സത്യം. എന്താ നിനക്ക് പിടിച്ചില്ലേ? നിന്റെ പാരമ്പര്യം പറഞ്ഞ് ഇവൾ അഹങ്കരിക്കുന്നു. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞ് ആരെങ്കിലും ഇവളുടെ കാര്യം പറയുന്നതും എനിക്കിഷ്ടമല്ല. അതെന്റെ കുലത്തിന് ഞാൻ കൊടുക്കുന്ന മര്യാദയാ. അത് കാണാൻ പറ്റാത്തവര് കാണണ്ട. എന്ത് കഷ്ടം! അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അതേക്കുറിച്ച് നീ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. നിനക്ക് വേദനയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലച്ചാ, ഞാൻ വലിയ സന്തോഷത്തിലാ. ഉള്ളിലെപ്പോഴും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പിറന്ന ചോരയെക്കുറിച്ച് എപ്പോഴും മുത്തശ്ശി അപമാനിച്ച് സംസാരിക്കാറില്ലേ? പക്ഷേ അതേ ചോര കൊണ്ട് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെ എനിക്ക് രക്ഷിക്കാൻ പറ്റി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.